ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ എന്താ സംഭവിച്ചത്? അതാണ് ഇന്ന് അശ്വതി പറയുന്നത്. മാഡം, തൽക്കാലം എൻ്റെ പേര് അശ്വതി എന്ന് വെച്ചോളൂ. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. കുട്ടികളൊന്നുമില്ല. ആദ്യം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിന് വലിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മേൽനോട്ടമാണ് പണി. രാത്രിയിലാണ് മിക്കവാറും ഡ്യൂട്ടി. എല്ലാ നൈറ്റ് ഡ്യൂട്ടിയും പുള്ളിയാണ് എടുക്കേണ്ടി വരിക മിക്കവാറും. എന്ന് വെച്ച് ഉറക്കമൊന്നും ഒഴിക്കേണ്ട, അവിടെ ആളുടെ സാന്നിധ്യം കാണണം. അതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം നോക്കി നടത്തുന്നുണ്ട്. നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും രാത്രികൾ മിക്കപ്പോഴും ഞങ്ങൾക്ക് നഷ്ടമാകുകയാണ്. ഈ രാത്രികളാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക ഇമ്പം കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾക്ക് വളരെ കുറവാണ്. മാസത്തിൽ 2, 3, 4 ദിവസം അദ്ദേഹം ഇവിടെ കാണും, പല ദിവസങ്ങളായി. എന്നാലും അപ്പോഴൊന്നും ശരിക്കും ഒരു പ്രണയം ഞങ്ങൾക്കിടയിൽ സംഭവിച്ചില്ല. അങ്ങനെ 1 വർഷം പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ടേ? എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശേഷം ഉണ്ടാകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ATM മെഷീനല്ലെന്ന് പറഞ്ഞ് ഞാനും വഴക്കുണ്ടാക്കി. എനിക്കും എത്ര നാളാണ് സഹിക്കാൻ പറ്റുക? ഹസ്ബൻഡ് എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്നു. ഞങ്ങൾ ടൗണിലേക്ക് മാറി. പുള്ളിക്കാരനോട് പറഞ്ഞു, ഇങ്ങനെയാകുമ്പോൾ എനിക്ക് രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നിൻ്റെ അടുത്ത് വരാം. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോരുകയും ചെയ്യാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് കുറേ മണിക്കൂറൊക്കെ ഒന്നിച്ച് ചിലവഴിക്കാനും പറ്റും എന്ന് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ രാത്രി ഒരു 10 മണിയോ 11 മണി വരെയൊക്കെ ഭർത്താവ് ഉണ്ടായാലും മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ടൈം കിട്ടിയാൽ മതി. പകൽ സമയത്തും അത് ഇനിയിപ്പം എത്രയൊക്കെ നമ്മൾ തനിച്ചാണെങ്കിലും ഒരു ഗുമ്മ കിട്ടില്ല, അല്ലേ മാഡം? രാത്രിക്ക് രാത്രിയുടേതായ ഒരു പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എനിക്കിഷ്ടമായിരുന്നു. ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ച് പറയും, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ. ഞാൻ പണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളിലടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആവശ്യം വരുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാനും അദ്ദേഹത്തിന് അറിയട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ടൗണിലേക്ക് താമസം മാറി. വാടക വീടാണ്. അടുത്തടുത്ത് പല അപരിചിതരും താമസിക്കുന്നുണ്ട്. മിക്കവാറും ആളുകൾ ഞങ്ങളെപ്പോലെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവരോട് സംസർഗം പുലർത്തണ്ട എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷെ ഞാൻ അത്യാവശ്യം എല്ലാവരോടും മിണ്ടുമായിരുന്നു. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഓടി വരണമല്ലോ, അതോർത്തുകൊണ്ടാണേ. പിന്നെ സമാധാനമുള്ള അന്തരീക്ഷമായിരുന്നു. ഭർത്താവ് പകൽ സമയത്ത് വീട്ടിൽ കാണും. ഒരു 7 മണിയാകുമ്പോഴേക്കും ഫ്ലാറ്റിലേക്ക് പോകും. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് 10 മണിയാകുമ്പോഴേക്കും കഴിക്കാൻ വരും. പിന്നെ ഒരു 2 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ ഒക്കെ എൻ്റെ കൂടെ കാണും. ആ സമയത്ത് എനിക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ഹസ്ബൻഡ് ജോലിയുമായിട്ട് പണ്ട് തൊട്ടേ ഞാനങ്ങ് പൊരുത്തപ്പെട്ടു പോയല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ ജോറായി നടന്നുപോയി. പക്ഷേ അവിടെ 1 വർഷം താമസിച്ചിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് അമ്മായിമ്മ പറഞ്ഞതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലായത്. എന്തോ കുഴപ്പമുണ്ട്. 2 പേരിൽ ആർക്കെങ്കിലും കുഴപ്പം കാണും. എനിക്കായിരിക്കുമോ കുഴപ്പം? സ്ത്രീകൾക്കാണല്ലോ എപ്പോഴും പ്രശ്നങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഹസ്ബൻഡിന് നല്ല കുഴപ്പങ്ങൾ. മരുന്നൊക്കെ അദ്ദേഹം കഴിച്ചേ പറ്റൂ. ഇതറിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് വല്ലാത്ത വിഷമമായി. അദ്ദേഹം തളർന്നു പോയെന്ന് വരാം. കാര്യം ആണത്തം കൂടുതലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. എല്ലാം എവിടെയോ പോയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാറ്റുപോയ ബലൂണായി. ഞങ്ങൾക്കിടയിലുള്ള ചില നല്ല നിമിഷങ്ങൾ കുറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സാരമില്ല, കുട്ടികൾ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് അമ്മയുടെ ശാപമാണെന്ന്. പിന്നെ അമ്മയുടെ ശാപമൊന്നുമല്ല, പണ്ടേ നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. അതിപ്പോൾ ഗുളികളോ മരുന്നുകളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡിന് ഒരു മാറ്റവും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിഘാതങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. മരുന്നൊക്കെ കഴിക്കുന്നെങ്കിലും ആകെ കാറ്റുപോയ ബലൂൺ പോലെയായി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഈ കാര്യത്തിൽ ഉഷാറായില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് ഒന്നും നടക്കില്ല. ഒരു സ്നേഹപ്രകടനങ്ങളുമില്ലാതെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക? ഇതൊക്കെ പറഞ്ഞെങ്കിലും ഡൗൺ ആയിപ്പോയ പുള്ളിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം വല്ലപ്പോഴും, അതായത് 2 or 3 ആഴ്ചയൊക്കെ ഒരു റെസ്റ്റ് ആണെങ്കിൽ അതിനടുത്ത ദിവസം ചിലപ്പോൾ ഒരു ഉദയം കണ്ടെന്ന് വരും. അത്രയേ ഉള്ളൂ. എനിക്ക് മടുത്തു തുടങ്ങി. ഇത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനും തുടങ്ങി. അവസാനം അത് വലിയ വഴക്കായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വിവാഹമോചനം നടക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇഷ്ടമാണ്. ആ ബന്ധം തകർന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ മിണ്ടാതിരിക്കാം, എൻ്റെ ആവശ്യങ്ങൾ പറയാതിരിക്കാം എന്ന്
ഒരു നല്ല ഭാര്യയെ പോലെ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും പുള്ളി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഈ മരുന്ന് എന്തിനാ കഴിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേന്ന്. അപ്പോൾ പറയും, ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നോർമലാകട്ടെ, ആ റിപ്പോർട്ട് വരുമ്പോഴേക്കും എൻ്റെ പഴയ മനസ്സ് തിരിച്ചു വരുമെന്ന്. ഞാൻ ചോദിക്കും, ഇനി എന്ന് വരാനാ, വല്ല മഴയും പെയ്യുമ്പോൾ വരുമോ എന്ന് ചോദിച്ചാൽ പുള്ളി ഒന്നും മിണ്ടില്ല. അങ്ങനെ കുറേ നാൾ പോയി. ഇതിനിടയ്ക്ക് എനിക്കിഷ്ടം പോലെ സമയം കിട്ടി. വൈകുന്നേരമൊക്കെ വന്ന് പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അപ്പോൾ ഭർത്താവുമൊത്ത് വലിയൊരു ടൈം എനിക്ക് ചിലവഴിക്കാൻ കിട്ടുന്നില്ല. പകൽ വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ നോക്കിയിരിക്കും. ആ ഫ്ലാറ്റിലെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്തോ ഞങ്ങൾ തമ്മിൽ ഒരു യാന്ത്രികമായ ജീവിതമായി മാറി. ഞങ്ങളുടെ വീടിനടുത്ത് 2 വീടുകളുണ്ട്. ഒരു സൈഡിലെ വീട്ടിൽ ഷാജിക്കയും പിന്നെ ഷാജിക്കയുടെ ഭാര്യ മുംതാസ് ചേച്ചിയാണ്. ഇത്ത എന്നൊക്കെ പറഞ്ഞ് വിളിക്കെങ്കിൽ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇക്കയ്ക്കും ചേച്ചിക്കും 2 മക്കളാണുള്ളത്. അവർ 2 പേരും അവരുടെ തറവാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. പലപ്പോഴും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോകും. പിന്നെ ചേച്ചിക്ക് അവിടെ ഒരു ഫുഡ് കമ്പനിയിൽ ജോലിയുണ്ട്. പാക്കിംഗ് സെഷനിലാണ്. 4 മണി വരെയുള്ളൂ. 4 മണി കഴിയുമ്പോഴേക്കും ഇങ്ങ് വരും. പിന്നെ ഇക്ക രാവിലെ ഇറങ്ങിപ്പോകും. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റോ ഒത്തിരി പരിപാടികളാണ്. പല സമയത്തായിട്ടാണ് വരുന്നത്. പോകുന്നതിനും വരുന്നതിനും നിശ്ചിത സമയങ്ങളൊന്നുമില്ല. എങ്കിലും നല്ലപോലെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് പുള്ളിക്കാരനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് എനിക്കും തരും. അതിനൊന്നും പണമോ ഒന്നും വാങ്ങിക്കാറില്ല. അവരുടെ കയ്യിൽ അത്യാവശ്യം പണമുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. ആദ്യം ആ വീടുമായിട്ട് എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. ജസ്റ്റ് സംസാരിക്കുക അത്രയേ ഉള്ളൂ. പക്ഷേ ഭർത്താവിൻ്റെ അവഗണനകളും ഡൗണും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവരുമായി ഞാൻ കൂടുതൽ അറ്റാച്ച്ഡായി. എൻ്റെ ഭർത്താവ് അതൊട്ട് ശ്രദ്ധിക്കുകയില്ല. ചേച്ചി വൈകുന്നേരം വന്നു കഴിയുമ്പോഴേക്കും എന്നെ വിളിക്കും, എടി ഞാൻ അങ്ങോട്ട് വരുന്നു, അതോ നീ ഇങ്ങോട്ട് വരുന്നു, എന്താ ചേച്ചി നമുക്ക് ചായ ഇട്ട് കുടിക്കാം, ഇക്കൊന്നും അവിടെ കാണില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നുകിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. പിന്നീട് എനിക്കറിയാവുന്ന എന്തെങ്കിലും എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ചേച്ചിക്ക് ഞാൻ കൊടുക്കും. ചേച്ചി എനിക്ക് ഉണ്ടാക്കി തരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 4 തൊട്ട് 6 മണി വരെ ഞങ്ങൾ അവിടെയോ ഇവിടെയോ ആയിരിക്കും. ഇവിടെ എൻ്റെ ഹസ്ബൻഡുണ്ട്, പക്ഷേ മുറിയിൽ കിടന്ന് എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും. ചേച്ചി വന്നു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പെണ്ണുങ്ങൾ അവിടെ ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഭർത്താവ് ശ്രദ്ധിക്കാറേയില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ മിക്കവാറും ഇക്ക കാണില്ല. ഇക്ക അവിടെ ഉള്ളത് അപൂർവമാണ്. രാത്രി വരുമ്പോൾ തന്നെ ഒരു 10 മണിയാകും. പിന്നെ ഇല്ലേ മാഡം, ചിലപ്പോൾ ഇക്ക വരില്ല, എവിടെയെങ്കിലും ദൂരെ യാത്ര പോയിരിക്കും. ആ സമയത്ത് ചേച്ചിനോട് പറയും, എടി ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ ഞാൻ അവിടെ വന്ന് കിടക്കാം, അല്ലെങ്കിൽ നീ വന്ന് കിടക്ക് എന്ന് പറയും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇപ്പോൾ പിന്നെ നേരത്തെ അങ്ങ് പോകുമല്ലോ, അവിടെ തന്നെയാണ് താമസവും. ഞാൻ പറയാതിനെന്താ, നമുക്ക് 2 കൂടെ ഒന്നിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പെണ്ണുങ്ങളും കൂടി രാത്രി മുഴുവനും കഥകളൊക്കെ പറയും. നഗരമല്ലേ, ഭയങ്കര ശബ്ദവും കോലാഹലവും ഒക്കെയാണ്. ഉറങ്ങാൻ എന്തായാലും ഇത്തിരി വൈകും. ചേച്ചി പക്ഷേ നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കില്ല. അനാവശ്യമായ കാര്യങ്ങൾ ഒന്നും ചോദിക്കില്ല. എന്നോട് ഇന്ന് വരെ കുട്ടികൾ ഉണ്ടാകാത്തത് എന്താ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല, ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റിലാണെന്ന്, അത്രയേ ഉള്ളൂ. ഒരു ദിവസം കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് 2 കുട്ടികളുണ്ടായ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതിനുള്ള ഭാഗ്യം പോലും ഇല്ല ചേച്ചി, എല്ലാവരും എൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചായിരുന്നത്. എന്തായാലും ഭർത്താവിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ പഴി എൻ്റെ തലയിൽ നിന്ന് മാറിക്കിട്ടി. പക്ഷേ ഹസ്ബൻഡ് ഭയങ്കര ഡൗൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിനോട് ചോദിച്ചു, എന്താ മോളെ നീ ഉദ്ദേശിക്കുന്നത്, എന്താ ഡൗണ്? ഞാനപ്പോൾ ചേച്ചിയോട് എല്ലാ കഥകളും പറഞ്ഞു. ഹസ്ബൻഡ് അവിടെ ഇല്ലല്ലോ, ഇക്ക അവിടെ ഇല്ല. ഞാൻ പറഞ്ഞ് അങ്ങ് കരഞ്ഞു. ചേച്ചിയാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, എല്ലാം ശരിയാകും, പഠിച്ചോനുണ്ടല്ലോ, മോളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിക്കും, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, മോൾക്ക് എല്ലാ രീതിയിലും നല്ല ഗുണങ്ങളുണ്ടാകും, ഞാൻ പഠിച്ചനോട് ദുആ ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയുടെ ആത്മാർത്ഥതയിൽ ഒത്തിരി സന്തോഷമായി. എങ്കിലും ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, തീരെ അങ്ങ് കുറഞ്ഞു. അതങ്ങനെയാ മോളെ. പിന്നെ ഭാര്യയും ഭർത്താവും കുറേ കാലം ജീവിച്ച് കഴിയുമ്പോഴില്ലേ, ആഴ്ചയിൽ 1 2 അല്ലെ മാസത്തിൽ 3 4 അങ്ങനെയൊക്കെ എങ്ങായിത്തീരും. എങ്കിലും നല്ല ദിവസങ്ങളാണെങ്കിൽ മോളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഡൗൺ ആണ് ചേച്ചി. നിൻ്റെ ഭർത്താവിന് ഈ പ്രശ്നമില്ലാതെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ട പുരുഷൻ തന്നെയായിരുന്നു. അപ്പോൾ അവൻ ആദ്യകാലത്തൊരു പ്രശ്നം
പ്രശ്നവുമില്ല. ഇല്ല ചേച്ചി, എല്ലാം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിൽ പിന്നെ ഡൗൺ ആണ്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നല്ല ഊർജ്ജമല്ലേ വരേണ്ടത്? എൻ്റെ ചേച്ചി, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു. ഷോ, അവനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരൻ, തണ്ടും തടിയുമുണ്ട്. നീ പറഞ്ഞത് കേട്ടിട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ ഓക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിരുന്നു. ടൈമൊക്കെ എങ്ങനെ? ടൈം മാനേജ്മെൻറ്റ് നല്ലതായിരുന്നു ചേച്ചി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഒരിക്കലും തോന്നിയിട്ടില്ല. മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ പോലുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, അത് നോർമലാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നോർമലാകും, അന്നേരം നമുക്ക് നോക്കാവുന്ന. അവനെന്തൊരാണാണ്. ആണാകുമ്പോൾ അങ്ങനെ ഒരിക്കലും ഡൗൺ ആകരുത്. ഈ കാര്യങ്ങൾ മുറപോലെ നടക്കണ്ടേ? നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന അവനെ തെരണ്ടി വാല കൊണ്ടടിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാൻ ചേച്ചിയോട് അപ്പോഴാണ് ഇതിനുള്ളിലെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞത്. ഷൂ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. എടി, ഇനി അവന് വേറെന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. 24 മണിക്കൂറും ഇങ്ങനെ ജോലിയായിട്ട് നടക്കുകയല്ലേ. വീട്ടിലിതേ സമാധാനമായിട്ടിരിക്കുന്നു. സമ്പത്തിനും വേറെ കാര്യങ്ങൾക്കും ഒരു കുറവുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഞാൻ കാല് പിടിച്ച പോലെ സംസാരിച്ചാണ്. പക്ഷേ എനിക്ക് വേണ്ട റേഷൻ കിട്ടുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഞാൻ വല്ലതുമായിരുന്നെങ്കിലും അങ്ങനെ തല്ലി ഓടിച്ചേനെ. എടി, ഷാജിക്ക എത്ര ക്ഷീണിച്ച് വന്നാലും എത്ര ലേറ്റായിട്ട് വന്നാലും എന്നോട് ചോദിക്കും, ഇന്ന് നിനക്ക് താല്പര്യമുണ്ടോയെന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ശരിക്കും ചേച്ചി ഒരു ഭാഗ്യവതി തന്നെ. അതുമാത്രമല്ല, എന്നോടിപ്പോഴും നല്ല സ്നേഹമുണ്ട്, പൊസീവ്നെസ്സും ഉണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. അതെന്തിനാ? എടി, നിന്റെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത് 4 ആമ്പിള്ളേരല്ലേ? കഴിഞ്ഞ വർഷം തൊട്ട് 4 ആണുങ്ങളല്ലേ ചേച്ചി? അതിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ആരാ അത്? അനിലേട്ടൻ. പുള്ളി ഇവിടെ ബിസിനസ് നടത്തുകയല്ലേ. ബാക്കിയുള്ളവർ ചെറുപ്പക്കാരാണ്. ഇപ്പം ചെറുപ്പക്കാരെല്ലാം താമസിക്കുന്ന ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ ആയിരിക്കുകയാണത് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല, എൻ്റെ ഇക്കയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ പുതിയൊരു ചെക്കൻ വന്നു കേട്ടോ. അവനാണെങ്കിൽ എന്നെ അവിടെ നിന്ന് നോക്കുന്നു, ചിരിക്കുന്നു, ഹായ് എന്നൊക്കെ കൈ കാണിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിച്ചു. പക്ഷേ ഇക്ക അത് കണ്ടു. ആരാടി, നിനക്ക് അവനെ എങ്ങനെ അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആ ചെക്കൻ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നല്ലേ. അപ്പം ഞാൻ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചായിരിക്കുന്നു. അത് പറഞ്ഞ് വഴക്കുണ്ടാക്കി. നിനക്കല്ലെങ്കിലും ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇളക്കമാണെന്നും. ഞാൻ എവിടാ മോളെ? ഞങ്ങളുടെ യൂണിറ്റിലെല്ലാം പെണ്ണുങ്ങളാണ്, അവിടെയുള്ള കിളവന്മാരാണ് പിന്നെ ഉള്ളത്. അവരെ കാണുമ്പോൾ ഞാനെന്ത് ഇളകാനാണ്? ഏത് ചെറുപ്പക്കാരനെ കണ്ടിട്ടാണ് ഞാൻ ഇളകിയത് എന്നൊക്കെ ചോദിച്ച് ഞാനൊരു വഴക്കുണ്ടാക്കി. അതിൻ്റെ പേരിൽ പിണങ്ങെങ്കിലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇണങ്ങി. രാത്രിയായപ്പോൾ ഞാനത് കേട്ട് ചിരിച്ചു. അല്ല ചേച്ചി, ഏതാ ചെക്കൻ? അവനെ റിങ്കുന്നാണ് വിളിക്കുന്നത് കേട്ടോ. നല്ലൊരു പയ്യനാടി. അവനിവിടെ എന്തോ ഫാഷൻ ഡിസൈനിങ്ങോ പഠിക്കുകയാണ്. നല്ല സൂപ്പറാണ് കാണാൻ. നീ കണ്ടില്ലേ? നിൻ്റെ വീടിനോട് ചേർന്നല്ലേ? ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ എനിക്ക് ജസ്റ്റ് പരിചയമുണ്ട്. ഈ ചെക്കൻ വന്നിട്ട് ഒത്തിരി കാലമായോ? ഇല്ല, അവൻ 1 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അയ്യോ, അതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? എടി, ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ വഴക്ക് നടന്നില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ഇല്ലേ ചെക്കൻ അങ്ങോട്ട് ബൈക്കിൽ പോന്നു. എന്നെ കണ്ടപ്പോൾ നിർത്തി. എന്നിട്ട് ചോദിച്ചു ചേച്ചിയുടെ പേരെന്താണെന്ന്. ഞാൻ പേര് പറഞ്ഞു. എവിടാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനതും പറഞ്ഞു. ചേച്ചി, ഞാൻ കൈ കാണിച്ചത് കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു. അന്നേരം ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത്. അതിന് ഹസ്ബൻഡ് എന്താ, നമ്മൾ അടുത്ത വീട്ടുകാരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഭർത്താക്കന്മാർക്ക് അങ്ങനെയൊക്കെ ഇല്ലേ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോഴാണ് അവൻ്റെ പേര് പറഞ്ഞത്. പേര് ഞാൻ മറന്നുപോയി, റിങ്കു എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവനിവിടെ ഫാഷൻ ഡിസൈനിങ്ങോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ നടനെ പോലെ ഉണ്ട് മോളെ, സൂപ്പറാണ്. എന്നോട് അവൻ കുറേ സംസാരിച്ചു. ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയാണ്, വെളുത്ത ചുവന്ന് തൊടുത്തിരിക്കുകയാണല്ലോ എന്നൊക്കെ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞടി. കോഴിയാണെന്ന് തോന്നുന്നു, മഹാകോഴി. ഞാനാണെങ്കിൽ അലസി പറഞ്ഞങ്ങ് വിട്ടു. ചേച്ചി പറഞ്ഞ ഈ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു സാധാരണ ആൾക്കാരാണ്. സിനിമാറിനെ പോലെ സുന്ദരൻ, അതൊക്കെ ചേച്ചിയുടെ ഇത്തിരി എക്സാജറേഷൻ അല്ലേ? ഇടി, നീ നോക്ക്, ഭർത്താവ് പകൽ സമയത്ത് വീട്ടിലുള്ളപ്പോഴേക്കും അടുക്കളയിൽ ജോലിയും ചെയ്ത് ചുമ്മാ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല മോളെ. പുറത്തേക്കിറങ്ങി അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കണം, അപ്പോൾ കാണാം റിങ്കുവിനെ മങ്കുവിനെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്നുണ്ട് ചേച്ചി. എന്തായാലും നിനക്ക് ഈ കഥ കേട്ടപ്പോൾ ഇത്തിരി വിഷമം തോന്നി എനിക്ക്
എനിക്ക് തോന്നി. അതെന്തിനാ വിഷമം? ആ, പറയാൻ പറ്റില്ല. കാര്യം നീ റിങ്കുവിനെ കണ്ടില്ലല്ലോ. സുന്ദരന്മാരെ കാണാൻ നിനക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നീ കൂട്ടിലടച്ചിട്ട ഒരു തത്തയാണ്. ശരിയാണ് ചേച്ചി, പക്ഷെ ചേച്ചിയുടെ ഹസ്ബൻഡും ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പൊസസീവ്നെസ് അല്ലേ? അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് റിങ്കുവിനെ ഇനി എപ്പോഴും കണ്ട് സാന്ദ്രമായിട്ട് സംസാരിക്കാൻ പറ്റുക? അപ്പോൾ ചേച്ചി എന്നെ ഒന്നുള്ളി. മോളെ, സത്യം പറയാം, ഇത്ര നാളായിട്ടും എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ചെക്കൻ്റെ സംസാരവിളക്കൊക്കെ കണ്ടിട്ടും കോഴിയാണെന്ന് മനസ്സിലായിട്ടും എനിക്കറിയില്ലടി, എന്തോ അവൻ്റെ സൗന്ദര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു. നിന്നോടാണ്ട് ഞാൻ പറഞ്ഞതാണേ, ഇതൊരിക്കലും ഇക്ക അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അതിന് ഇക്കയോട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാനുള്ള സാധനം എനിക്കുണ്ടോ ചേച്ചി? അത് ശരിയാടി, എന്നാലും ഞാൻ പറഞ്ഞതാണ്, നിന്റെ വാലിന്ന് പുറത്തു പോകല്ലേ. എനിക്കറിയില്ല, ആ ചെക്കനെ 2-3 വട്ടം കണ്ടതേ ഉള്ളൂ. സൗന്ദര്യം എന്നെ മത്തു പിടിപ്പിക്കുന്നു. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്ത് ചെയ്യാനടി? പെട്ടെന്ന് അവൻ്റെ സംസാരവും ചിരിയും അവൻ്റെ ഷേപ്പും അവൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോഴില്ലേ എനിക്കങ്ങ് എന്തോ തോന്നുന്നു. എൻ്റെ മനസ്സ് പെട്ടെന്നങ്ങ് മാറിപ്പോയി. കൊള്ളാം, മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇല്ല മോളെ, എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷേ ഇഷ്ടം തോന്നിയത് നീ ഇപ്പം രഹസ്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും അങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോൾ ചിക്കൻ എന്നോട് എപ്പോൾ സംസാരിക്കാൻ വന്നെങ്കിലും ഇക്കയില്ലെങ്കിൽ ഞാൻ സംസാരിക്കും. അറ്റ്ലീസ്റ്റ് സംസാരിച്ചെങ്കിലും നമ്മുടെ ഇതൊക്കെ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാമല്ലോ. അപ്പം ഞാൻ ചേച്ചിയെ ഒന്ന് നുള്ളി. എന്താ ചേച്ചി ഇത്? ചേച്ചിക്ക് എന്തിതാ തോന്നിയത്? ഒന്ന് പോടി, ഒന്നും അറിയാത്ത പോലെ. എന്തായാലും ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പുതുതായി വന്ന റിങ്കുവിനെ ഞാൻ കണ്ടത്. ചേച്ചി പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ്. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു സുന്ദരനാണ്. എന്നെ ചിരിച്ചു കാണിച്ചു. പിന്നെ അവിടുത്തെ ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്ന് എന്നെ പരിചയപ്പെടുകയും ചെയ്തു. പക്ഷേ അവൻ എന്നോട് മുംതാസ് ചേച്ചി പറഞ്ഞതുപോലെ ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ചേച്ചി അവൻ പുകഴ്ത്തി, പക്ഷേ എന്നെ അവൻ കൊതിയോടുകൂടി നോക്കുന്നില്ല. സ്ത്രീ സഹജമായ ഒരു അസൂയ എനിക്കുണ്ടായി. ആ, ചേച്ചി എന്നേക്കാൾ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നി. ആയിരിക്കാന്നല്ല, ആണ്. പോകെ പോകെ ചേച്ചി അവനുമായി സംസാരിക്കാൻ തുടങ്ങി. അവനുമായി വീഡിയോ കോളിലൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. രണ്ടുപേരും തമ്മിൽ എൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാറുണ്ട്. ഞാനാണെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നാലും ഞാൻ ചോദിച്ചു, ചേച്ചി ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മീറ്റപ്പ് ചെയ്തോ? ഇല്ലില്ല, ഒരു താല്പര്യം, അത്രയേ ഉള്ളൂ. വേറെ ഒരു വേലിച്ചാട്ടത്തിനും ഞാനില്ല മോളെ. എന്നാലും ചേച്ചിക്ക് ആ പയ്യനോട് പ്രേമം പോലെ എന്തോ ഇല്ലേ? ഉണ്ടടി, ഉണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു ഭാര്യയല്ലേ, ഞാനതുകൊണ്ട് അടങ്ങിയിരിക്കുന്നു. പക്ഷേ ലക്ഷണം കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന പോലെ തോന്നില്ലല്ലോ. നല്ല ഇളക്കമുണ്ട്. വീഡിയോ കോൾ വിളിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ആ, നിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ നോക്കിയേനെ. അതെന്താ എൻ്റെ സപ്പോർട്ട്? നീ എനിക്ക് ധൈര്യം തരണം. എന്തിന്? ഞാനൊന്ന് ആടി ഇറങ്ങാൻ. ഒന്ന് പോ ചേച്ചി, എന്നെ കൂടെ വഴിതെറ്റിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്കിങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ? എൻ്റെ പൊന്നു ചേച്ചി, നല്ലൊരു ഭർത്താവ് എൻ്റെ വീട്ടിലുണ്ട്. അങ്ങേരാണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. അതൊന്ന് ശരിയായിരുന്നെങ്കിൽ ഞാൻ അന്നേ രക്ഷപ്പെട്ടേനെ. ആ, കൊള്ളാടി, നിൻ്റെ ഭർത്താവിനെയും കാണാനും നല്ലൊരുത്തനാണ്. അവന് അനക്കമില്ല എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് കൂടുതൽ അങ്ങോട്ട് മനസ്സിലാക്കിയത്. ഞാനൊന്ന് ഇറങ്ങിയാലോ? നിനക്ക് വിഷമമാകുമോ? ചേച്ചി എന്തായി പറഞ്ഞത്? എടി, അവൻ എന്തൊക്കെയോ പ്രശ്നമാണെന്നും അനക്കമില്ലെന്നും കല്ല് പോലിരിക്കുകയാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? ഞാനൊന്ന് ഇറങ്ങി വിളയാടിയാലോ? അല്ല, അപ്പോൾ ചേച്ചി പദവൃതയാണെന്നും റിങ്കുവിനോട് പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട്? എടി, സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സ് കൈവിട്ട് നിൽക്കുകയാണ്. അതെന്താ? ഇക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടല്ലേ പെണ്ണേ. ഒരു പുതുമ, ഇഷ്ടപ്പെടേണ്ട പ്രായം എനിക്കായിരിക്കുന്നു. കൊള്ളാലോ എടി. എന്നാലും നിനക്ക് ഞാൻ പറഞ്ഞ ഐഡിയ ഇഷ്ടപ്പെട്ടോ? ചേച്ചി ട്രൈ ചെയ്യുന്നതിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മാനസികമായ ഒരു വിഷമവുമില്ല. എനിക്കും ഉപകാരമില്ല. ചേച്ചിക്ക് പോയിട്ട് ഉണരൂ വേഗം നീ സുമരാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരുമോ എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് റിങ്കു ഇല്ലേ? ഓ എടി, റിങ്കു അവിടെ ഇരുന്നോട്ട്. ഒന്നാമത്തെ കാര്യം, റിങ്കു താമസിക്കുന്നിടത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമോ? റിങ്കുവിന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആളുകൾ ശ്രദ്ധിക്കില്ലേ? പക്ഷേ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അധികം ആളുകൾ ശ്രദ്ധിക്കില്ല. ചേച്ചി, എന്നാലും ഇതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും? ഒരു കാര്യം ചെയ്യുക, നീ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞങ്ങ് പോകൂ. ഞാനാണെങ്കിൽ ചോറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ അങ്ങോട്ട് ചെല്ലാം. നീ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. നോക്കട്ടെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും ഉണർവുണ്ടോ എന്ന്. അത്
ഞാനങ്ങ് സമ്മതിച്ചു. ഒരു ഭാര്യയെ സമ്മതിക്കേണ്ടതല്ല, എന്നാലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. എന്തായാലും ഒരു ഗുണവുമില്ല. എൻ്റെ ഒരു ബന്ധുവിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോയത്. പുള്ളി അപ്പോൾ ലാപ്ടോപ്പിൽ തപ്പിക്കൊണ്ടവിടെ കിടപ്പുണ്ട്. ഞാൻ ചേച്ചിയോടെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. ചേച്ചി കുറേ നേരം കഴിഞ്ഞ് ചെന്നു. എന്നിട്ട് 1 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു സക്സസ് എന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ചേച്ചിയെ ഓടിച്ചു വിടുന്ന ഞാൻ കരുതിയത്. പിന്നീട് ചേച്ചി എന്നോട് സംഭവങ്ങൾ പൂർണ്ണമായി വിവരിച്ചു. ഉച്ചയ്ക്കത്തെ ഊണൊക്കെ ഞാൻ ശരിയാക്കി തരാം, അവൾ വരുമ്പോൾ വരട്ടെ എന്നൊക്കെ പറയാൻ ചെന്ന ചേച്ചി കുട്ടികളുണ്ടാകാത്തതിൻ്റെ കഥയും ട്രീറ്റ്മെൻറ്റ് കഥയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവെല്ലാം പറഞ്ഞു. സാരമില്ല, അവൾ എന്നോട് പറഞ്ഞ് കരഞ്ഞായിരുന്നു, അവളൊരു പാവമാണ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ പോരാ, നല്ല രീതിയിൽ ജീവിക്കണം, ഉണർവില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഉണർവ് വേണം എന്ന് പറഞ്ഞപ്പോൾ ആകെ മൊത്തം ഡൗൺ ആണെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരാണങ്ങനെ പറയാൻ പാടില്ലെന്ന്. പിന്നെ ചേച്ചി തന്നെയാണ് ആ ഒരു കൊടുങ്കാട്ടിലേക്ക് അതിക്രമിച്ച് കടന്നത്. ആദ്യം ചില ഡൗൺ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു കുഴപ്പവുമില്ലാതെ സക്സസ് ആയി. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. ചേച്ചി പറഞ്ഞു മോളെ, പുതുമകൾ എല്ലാവർക്കും ആവശ്യമാണ്. ഒരു പക്ഷേ പുതുമയില്ലായ്മയായിരിക്കാം അവനെ ഡൗൺ ആക്കിയെന്ന്. എനിക്കിതൊന്നും കേട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവനെ ഞാൻ നിൻ്റെ വരുതിലാക്കിത്തരാം. ഒരു വട്ടം ഇതേപോലെ തന്നെ നീ പോവുക, ആ സമയത്ത് അപ്രതീക്ഷിതമായി നീ വരണം, കൈയോട് ഞങ്ങളെ പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാകണം. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും അവൻ നിന്നോട് മാപ്പ് പറയും, പിന്നെ നീ പറയുന്നിടത്ത് നിന്നോളും, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഇത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ മാർഗങ്ങൾ പരീക്ഷിക്കാമെന്ന് വെച്ച് ഒരു ദിവസം സന്ദർഭം നോക്കി ഞാൻ രാവിലെ പോയി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഏറ്റെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ 1 മണിക്കൂർ കഴിഞ്ഞ് വരണമെന്ന്. ഞാനാണെങ്കിൽ അപ്രതീക്ഷിതമായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടു. അന്ന് ഞാൻ വലിയ ബഹളമുണ്ടാക്കി. പുറത്ത് ആരും കേൾക്കാതെ ഹസ്ബൻഡ് എന്നോട് മാപ്പ് പറഞ്ഞു, ചേച്ചിയും മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ചേച്ചി പറഞ്ഞു നീ ഇവളെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് നിനക്ക് ഒരു പ്രശ്നവുമില്ലെന്ന്. ഭർത്താവ് തലകുനിച്ചാണ് നിന്നത്. ആണുങ്ങളുടെ ചില കൺസെപ്റ്റ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. സ്ത്രീകൾ പലപ്പോഴും ഇവരുടെയൊക്കെ ചിന്തകളിൽപ്പെട്ട് തോറ്റുപോവുകയാണ്. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡ് ഒരു കുഴപ്പമില്ല, എന്നോട് നല്ല സ്നേഹവും കൺസിഡറേഷനും ഒക്കെയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കും. പക്ഷേ പിന്നീട് എന്നോടും ഭർത്താവിനോടും റിങ്കുവിൻ്റെ കാര്യം ചേച്ചി പറയുകയും ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. കാര്യം ഞങ്ങൾ 2 പേരുള്ള വീട്ടിൽ അവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് റിങ്കു വരാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് 2 റൂമുണ്ടല്ലോ. ഒരു റൂമിൽ അവർക്ക് അവരുടേതായ സ്വർഗങ്ങൾ സ്വപ്നം കാണാം. അങ്ങനെ ഞാനും ഭർത്താവും അതൊക്കെ സമ്മതിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അതിഭയങ്കര സഹനത്തിലാണ് പോകുന്നത്. പക്ഷേ കുറേ കാലമായിട്ട് ചേച്ചി റിങ്കുവും ഒരു പ്രേമലൈനിലാണ് പോകുന്നത്. അതിനൊക്കെ ഞങ്ങൾ സാക്ഷിയുമാണ്. ചേച്ചിക്ക് പലതരം സ്വഭാവമാണ് പല സമയത്തും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചേച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു, എടി എന്തായാലും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ സക്സസ് ആയിട്ടില്ല. നീയും ഭർത്താവും നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ റിങ്കും ഞാനും തമ്മിൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ആ പൊസസീവ്നെസ്സൊക്കെ എനിക്ക് പോയി. നിനക്കവനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് 2 പെണ്ണുങ്ങൾക്കും കൂടി റിങ്കുവിൻ്റെ കൂടെ അങ്ങ് നിൽക്കാമെന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി എന്ന് പറഞ്ഞെങ്കിലും ചേച്ചി പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കടി, ദിവസങ്ങൾ ചിലപ്പോൾ നിനക്ക് ഗുണം ചെയ്തേക്കും, ദിവസങ്ങൾ നോക്കൂ, റിങ്കുവിനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒന്നും അറിയാതെ തന്നെ ആ കാര്യങ്ങൾ ചേച്ചിയുടെ കാർമ്മികത്വത്തിൽ നടന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സന്തോഷമായി. ഹസ്ബൻഡ് വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കുമെല്ലാം ആഘോഷിക്കാനുള്ള ഒരവസരം കിട്ടി. പക്ഷേ ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നും ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. എന്നാലും എൻ്റെ യഥാർത്ഥ കഥ കള്ളപ്പേരുകളാണേലും നാട് വന്ന് വായിച്ച് കേൾക്കുമ്പോൾ 10 പേര് കേൾക്കുമല്ലോ. അത് ഞാനും കേൾക്കുമ്പോൾ എനിക്കൊരു നിഗൂഢമായ സന്തോഷം, അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ വായിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിഗൂഢമായ സന്തോഷം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല.